ലോക തിയേറ്റർ ദിന സന്ദേശം 2025 മാർച്ച് 27. സന്ദേശകാരൻ തെയോദോറസ് തോർസോപോലിസ്, ഗ്രീസ്. തിയേറ്റർ ഡയറക്ടറും അധ്യാപകനും എഴുത്തുകാരൻ, ആർട്ടിസ്റ്റ് തിയേറ്റർ കമ്പനിയുടെ സ്ഥാപകനും ആർട്ടിസ്റ്റിക് ഡയറക്ടറും, തിയേറ്റർ ഒളിമ്പിക്സിന്റെ പ്രചോദകൻ, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് തിയേറ്റർ ഒളിമ്പിക്സിന്റെ അധ്യക്ഷൻ. മലയാള മൊഴിമാറ്റം: തെയോദോറസ് തോർസോപോലിസ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും നിയന്ത്രിക്കുകയും കീഴൊതുക്കുകയും ചെയ്യുന്ന സമഗ്രാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് റോബോട്ടുകളായി കഴിയുന്നവരുടെ ലോകത്ത്, വെർച്വൽ റിയാലിറ്റിയുടെ തുറുങ്കുകളിൽ അവരവരുടെ വീർപ്പുമുട്ടിക്കുന്ന സ്വകാര്യതയൊരുക്കിയ കിടങ്ങുകളിൽപ്പെട്ടവരുടെ ലോകത്ത്, ദരിദ്രരായ ജനങ്ങളുടെ ലോകത്ത് നമ്മുടെ കാലത്തിന്റെ സഹായ അഭ്യർത്ഥന തിയേറ്ററിന് കേൾവിപ്പെടുന്നുണ്ടോ? ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും നിയന്ത്രിക്കുകയും കീഴൊതുക്കുകയും ചെയ്യുന്ന സമഗ്രാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് റോബോട്ടുകളായി കഴിയുന്നവരുടെ ലോകത്ത്, വെർച്വൽ റിയാലിറ്റിയുടെ തുറുങ്കുകളിൽ അവരവരുടെ വീർപ്പുമുട്ടിക്കുന്ന സ്വകാര്യതയൊരുക്കിയ കിടങ്ങുകളിൽപ്പെട്ടവരുടെ ലോകത്ത്, ദരിദ്രരായ ജനങ്ങളുടെ ലോകത്ത് നമ്മുടെ കാലത്തിന്റെ സഹായ അഭ്യർത്ഥന തിയേറ്ററിന് കേൾവിപ്പെടുന്നുണ്ടോ? പരിസ്ഥിതി നശീകരണം, ആഗോളതാപനം, വൻതോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ജൈവ വൈവിധ്യം, കടൽ മലിനീകരണം, ഉരുകുന്ന മഞ്ഞുപാളികൾ, ഏറിവരുന്ന കാട്ടുതീകൾ, തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ഒക്കെയും തിയേറ്ററിന്റെ പരിഗണനാ വിഷയങ്ങളാകുന്നുണ്ടോ? തിയേറ്ററിന് ഈ ആവാസ വ്യവസ്ഥയുടെ ഒരു ക്രിയാത്മക ഭാഗമാകാൻ കഴിയുമോ? ഭൂഗോളത്തിൽ മനുഷ്യരുണ്ടാക്കുന്ന ആഘാതം തിയേറ്റർ എത്രയോ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് തിയേറ്ററിന് ക്ലേശകരമായാണ് കാണുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളാലും മാധ്യമ ശൃംഖലകളാലും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന കമ്പനികളാലും പൗരർ സൂത്രങ്ങളിൽ ചലിപ്പിക്കപ്പെടുന്നിടത്ത്, ആശയവിനിമയത്തിന്റെ മികച്ച വേഷമണിഞ്ഞ് സോഷ്യൽ മീഡിയ മറ്റുള്ളവരിൽ നിന്ന് വേണ്ടുന്ന സുരക്ഷിതാകലം സ്ഥാപിച്ചു നൽകുന്നിടത്ത് 21-ാം നൂറ്റാണ്ടിൽ ഉരുവപ്പെട്ട തരത്തിലുള്ള മനുഷ്യാവസ്ഥയെക്കുറിച്ച് തിയേറ്റർ ആകുലപ്പെടുന്നുണ്ടോ? അപരർ, വ്യത്യസ്തർ, അപരിചിതർ എന്നിവരോടുള്ള സർവവ്യാപിയായ ഒരു ഭയാശങ്ക നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഭരിക്കുന്നു. ചോരവാർന്നൊഴുകുന്ന പരിക്കിനെ പരിഗണിക്കാതെ വ്യത്യസ്തതകളുടെ സഹവർത്തിത്വത്തിനായുള്ള ഒരു വർക്ക്ഷോപ്പായി പ്രവർത്തിക്കാൻ തിയേറ്ററിനാകുമോ? ചോരയിലിക്കുന്നൊരാ പരിക്ക് നമ്മളെ പുരാവൃത്തത്തെ പുതുക്കി നിർമ്മിക്കാൻ വിളിക്കുന്നു. ഹൈനർ മുള്ളർ പറയുന്നു, പുരാവൃത്തം ഒരു സഞ്ചയമാണ്. എപ്പോഴും പുതിയതും വ്യത്യസ്തവുമായ യന്ത്രങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുന്നൊരു യന്ത്രം. അതിൻ്റെ വർദ്ധിച്ചു വരുന്ന വേഗത സാംസ്കാരിക മണ്ഡലത്തെ ചിതറിത്തെറിപ്പിക്കും വരേക്കും അത് ഊർജം കൈമാറും. ക്രൂരതയുടെ മണ്ഡലത്തെയും ചിതറിത്തെറിപ്പിക്കും വരെ എന്ന് ഞാൻ കൂട്ടിച്ചേർക്കും. തിയേറ്ററിനെ സ്വയം പ്രകാശിതമാക്കും വിധത്തിൽ വഴിതെറ്റി വെളിച്ചം വിധാനിക്കുന്നത് നിർത്തി സമൂഹത്തിനേറ്റ പരിക്കിലേക്ക് വെളിച്ചം വീഴ്ത്താൻ തിയേറ്റർ സ്പോട്ട്ലൈറ്റുകൾക്കാകുമോ? തീർപ്പുള്ള ഉത്തരങ്ങളെ സമ്മതിക്കാത്ത ചോദ്യങ്ങൾ. കാരണം തിയേറ്റർ നിലനിൽക്കുകയും ഈടുനിൽക്കുകയും ചെയ്യുന്നു. നന്ദി, ഉത്തരം നൽകപ്പെടാത്ത ചോദ്യങ്ങൾക്ക്. ഇന്ന് ലോക തിയേറ്റർ ദിനത്തിൽ തൻ്റെ ജന്മസ്ഥലമായ പുരാതന നാടകവേദിയുടെ കേളീരംഗത്തിലൂടെ കടന്നു പോകുമ്പോഴും യുദ്ധത്തിൻ്റെ ഭൂമികയിലൂടെ തൻ്റെ നിശബ്ദമായ അഭയാർത്ഥി യാത്ര തുടരുമ്പോഴും ഡിയോനിസുസ് തൊടുത്തുവിട്ട ചോദ്യങ്ങൾ. തിയേറ്ററിൻ്റെയും പുരാവൃത്തത്തിൻ്റെയും ഹർഷോന്മത്ത ദേവതയായ ഭൂതഭാവി വർത്തമാനങ്ങളെ ഒരുമിച്ച് ചേർത്ത സിയൂസിനും സെമേലിക്കും 2 തവണ ജനിച്ച ഡിയോനിസുസിന്റെ മിഴികളിലേക്ക് നമുക്ക് നോക്കാം. പെണ്ണിനും ആണിനും, കോപത്തിനും ദയയ്ക്കും, ദിവ്യത്വത്തിനും മൃഗീയതയ്ക്കും, ഉന്മാദത്തിനും യുക്തിബോധത്തിനും, ക്രമത്തിനും ക്രമരാഹിത്യത്തിനും ഇടയിലൂടെ അതിരുകൾ തിരുപുറത്തേക്കും ഒഴുകുന്ന സ്വത്വങ്ങൾ പ്രകടമാക്കിയ ജീവന്റെയും മരണത്തിന്റെയും വരമ്പത്തെ ഞാണിന്മേൽ കളിക്കാരൻ ഡിയോനിസുസിന്റെ മിഴികളിലേക്ക് നോക്കാം. ഡിയോനിസുസ് സത്താപരമായ ഒരു അടിസ്ഥാന ചോദ്യം ഉന്നയിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ ചോദ്യം പുരാവൃത്തത്തിന്റെ വേരിലേക്കും മനുഷ്യപ്രഹേളികയുടെ വർദ്ധിത തലങ്ങളിലേക്കും കൂടുതൽ ആണ്ടുപോകുന്ന അന്വേഷണത്തിലേക്ക് സർഗസൃഷ്ടി നടത്തുന്നയാളെ കൊണ്ടുപോകും. മധ്യകാലഘട്ട തുല്യമായ നമ്മുടെ വർത്തമാനകാലത്തിന്റെ ബഹുരൂപ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായി ഓർമ്മകളെ വളർത്തിയെടുക്കുന്നതിനും പുതിയ നൈതിക രാഷ്ട്രീയ ചുമതലാബോധത്തിന് രൂപം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള നവീനമായ ആഖ്യാന വഴികൾ വേണം നമുക്ക്.
തെയോദറസ് തെർസോപോലുസ്. മലയാള മൊഴി മാറ്റം മൊഹബത്ത്.